ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സഞ്ജനാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ചിക്കൻ കറിയാണ്. എല്ലാവർക്കും ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ചിക്കൻ കറി നമുക്ക് ഇപ്പോൾ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നാളെ ഞാൻ കുറച്ച് കള്ളപ്പം ഉണ്ടാക്കാനായിട്ട് മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ അപ്പത്തിൻ്റെ കൂടെ എന്തെങ്കിലും കറി വേണമല്ലോ, അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നേ തന്നെ കറിയൊക്കെ ഉണ്ടാക്കി വയ്ക്കാമെന്ന്. അപ്പോൾ കറി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് തോന്നി എൻ്റെ വീഡിയോ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. ഭയങ്കര അടിപൊളി കറി ആയിരിക്കില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് വെക്കാനൊക്കെ അറിയാം. അപ്പോൾ എൻ്റെ രീതിയിൽ ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. അതൊന്ന് വാടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് സവോള, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഈ സവോളയൊക്കെ നന്നായിട്ട് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. അത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ചിക്കനനുസരിച്ചിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാൻ. പിന്നെ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി ഇച്ചിരി കൂടുതലിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ആദ്യമേ തന്നെ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും വിനാഗിരിയും കൂടെ പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറോളം പരട്ടി വെച്ചതാണ് കേട്ടോ. കാരണം നമ്മുടെ ചിക്കൻ വിനാഗിരിയൊക്കെ പരട്ടി വെക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ഉടയത്തില്ല നമ്മൾ കറി വെക്കും. അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ ഇങ്ങനെ വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഉടഞ്ഞൊക്കെ ആകെ ഇതായിപ്പോവും, കാണാനൊരു ലുക്ക് ഉണ്ടാവില്ല. അപ്പം നമ്മൾ ചിക്കനൊക്കെ ആദ്യമേ തന്നെ ഇവിടെ മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട്. മസാല എന്ന് പറഞ്ഞാൽ ആകെ കൂടി കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും വിനാഗിരിയും കൂടെ പരട്ടി വെച്ച ചിക്കനാണ് കേട്ടോ. അപ്പം നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് വാടി വന്നു. നമ്മൾ അതിനകത്തേക്ക് കുറച്ച് തക്കാളി, ചോപ്പിട് തക്കാളി ഇട്ട് കൊടുത്ത്, ഫ്രഷ് തക്കാളി ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ മസാല പരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് വരെയൊക്കെ ഒന്ന് വേവിക്കാം. അപ്പോഴേക്കും ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. കൂട്ടുകാരെ, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ പ്രസ് ചെയ്യണോട്ടെ, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇനിയും കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെച്ച് ആവിയിലൊന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ വീണ്ടും നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടെ വെള്ളമൊക്കെ അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഒരുവിധം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഉരുളക്കിഴങ്ങ് കൂടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഉരുളക്കിഴങ്ങ് ചിക്കനിൽ നിന്ന് എടുത്ത് കഴിക്കാനായിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ചും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങ് ഇടാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തോ എനിക്കൊരു ഇഷ്ടം തോന്നി ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത്. ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി, അത് ഓപ്ഷനിലാണ്. ഉരുളക്കിഴങ്ങ് ഇല്ലാതെയും വെച്ചാലും നല്ല രസമായിരിക്കും കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുക കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ കിടന്ന് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു ഇതും വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 2ാം തേങ്ങാപ്പാൽ, നമ്മൾ 1ാം പാലും 2ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 2ാം തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്നും കൂടെ ഒന്ന് വേവാനുള്ളത് ഒന്നും കൂടെ വേവിയും ആ തേങ്ങാപ്പാലൊക്കെ അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മസാലയൊക്കെ നല്ല രസമായിട്ട് അതിൽ പിടിച്ച് നല്ല രസമായിട്ട് വരും കേട്ടോ നമ്മുടെ കറി. അപ്പോൾ 1ാം പാൽ നമ്മൾ ഇറക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 2ാം പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേവണ വരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളിങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോണ്ടല്ലോ, ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒന്നും മാത്രമല്ല കേട്ടോ, ചോറിൻ്റെ കൂടെയും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ചോറുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ ആയാലും ഇങ്ങനെ കറി ഉണ്ടാക്കിയിട്ട് ഒഴിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ 2ാം പാലൊക്കെ അതിൽ കിടന്ന് തിളച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം വെന്തു കേട്ടോ. പിന്നെ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഞാൻ ഓൾറെഡി ചിക്കനിൽ നന്നായിട്ട് ഉപ്പ് പരട്ടി വെച്ചതുകൊണ്ടാണ് നമ്മൾ ഉപ്പിടാതിരുന്നത്. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അതനുസരിച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഉപ്പൊന്നും ഇടേണ്ട വന്നില്ല. നമ്മൾ ചാറ് ടേസ്റ്റ് നോക്കിയിട്ടോ എൻ്റെ ഗ്രേവി. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടായിരുന്നു. ഇനി നമുക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒരുപാട് നേരം കറി കിടന്ന് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ 1ാം പാലൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അങ്ങനെ നമ്മുടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് തിളച്ച് നന്നായിട്ട് ഇങ്ങനെ കണ്ണ് വരാമെന്ന് പറയില്ല, അങ്ങനെ തിളച്ച് പൊങ്ങി വരിക. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.
അപ്പോൾ ഇതേ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാനിതിൽ 2-3 ഏലക്കായ ചതച്ചിടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏലക്കായുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി. ഏലക്കായ ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണല്ലോ, നല്ലൊരു ടേസ്റ്റും ചിക്കൻ കറിക്ക് വരും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇത്തിരി ഗരം മസാലയും ആ കറി ഇറക്കുന്നതിന് മുമ്പായിട്ട് തിളച്ച് വന്നപ്പോൾ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ ചിക്കൻ കഷ്ണമൊന്നും ഒട്ടും ഉടഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ കാരണം നമ്മൾ വിനാഗിരി പരട്ടി, ഉപ്പും വിനാഗിരി മഞ്ഞപ്പൊടിയും കൂടെ ചിക്കൻ പരട്ടി ഒരു അരമണിക്കൂർ വെച്ചത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അത് നല്ലൊരു ടിപ്പാണ്. നമ്മുടെ ചിക്കൻ കഷ്ണം ഒട്ടും തന്നെ ഉടഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കറി, ചിക്കൻ കറി നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം അടുത്ത അടുപ്പിലോട്ട്. എന്നിട്ട് നമുക്ക് ഇനി അടുത്ത അവസാനത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ കറിയിലോട്ട് താളിച്ചൊഴിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാൻ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വറ്റലമുളകും ചുവന്നുള്ളിയും പിന്നെ ഇത്തിരി മുളക് പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇത്തിരി മുളക് പൊടിയും കൂടെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ചിക്കൻ കറിയിലേക്ക് ഇട്ടിട്ട് കേട്ടോ. പിന്നെ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമുക്കിവിടെ കറിവേപ്പിലേക്ക് ഇത്തിരി പിശുക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ പിന്നെ അധികം കറിവേപ്പില ഇടാതിരുന്നത്. അപ്പോൾ ഇതും കൂടെ ഒഴിച്ച് നമ്മൾ അങ്ങോട്ട് താളിച്ച് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അടിപൊളി ചിക്കൻ കറിയാണ്. പിന്നെ താളിച്ച് ഒഴിച്ച് ഉടനെ തന്നെ ഇളക്കാൻ നിൽക്കേണ്ട, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിരുന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ കറി. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഫൈനലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണം. ഭയങ്കര ഈസിയാണ്, എന്നാൽ നല്ല അടിപൊളി കറിയാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. അപ്പം ഞാൻ ഈ ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞൊന്ന് ഇളക്കി കൊടുത്തപ്പോൾ നല്ല കറിയൊക്കെ നല്ല കുറുകുറുന്നായി, നല്ല രസമായിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇത്തിരി ചോറുണ്ടാകുന്നു. അപ്പം ഞാൻ കുറച്ച് ചൂടൻ ചോറും ചിക്കൻ കറിയും കൂടെയൊക്കെ എടുത്ത് ഒന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലത്തേക്കാണെങ്കിൽ നമ്മൾ കള്ളപ്പത്തിനാണെങ്കിൽ അരി അരച്ച് വെച്ചിട്ടുണ്ട്, മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ കള്ളപ്പൊക്കെ റെഡി ആയി കഴിയുമ്പം കള്ളപ്പത്തിൻ്റെ കൂടെ നമുക്ക് ഈ ചിക്കൻ കറി കൂട്ടി കഴിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. നമുക്ക് അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ബായ്.